അങ്ങനെ ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിട്ട് പോവാം. ഹീറോയുടെ ചേട്ടൻ എനിക്ക് ഷോക്കായിരുന്നു, ഓർക്കായിരുന്നു ഇപ്പോൾ ഇങ്ങനെ എത്ര പറയുമ്പോൾ ഷോക്കായി കണക്കിലെ കുട്ടി. അപ്പം എനിക്ക് മനസ്സിലായി എന്താടാ നടന്ന കാര്യമാണ്, നീ ആരോട് പറയാൻ പറ്റില്ല. ശരി പറഞ്ഞു, കാതിൽ പോയിട്ട് പറഞ്ഞു. സത്യമാണോ? ആ അപ്പോൾ ശരി ഓക്കെ, വേണം വീഡിയോ വേണം നിങ്ങൾ കാട്ടി വരാം. വീഡിയോ അപ്പം ഞാൻ വീട്ടിലേക്ക് വരാം. ശരി അങ്ങനെ വീട്ടിലേക്ക് വന്നു. വീഡിയോ നോക്കി ഷോക്കായിരുന്നു. നിൻ്റെ അനിയത്തി ശരിയാവുന്നടാ. അതെ അതെ, ഇവനെന്താടാ ഗെത്ത് മതി വരാ. ഒരു വല്ല നിൻ്റെ അനിയത്തിനെ വെച്ച് ഇവർ ചെയ്തായിരിക്കോ? അത് ജങ്കുക്കന് ഒരു മാറി സ്മെച്ചിട്ട് വന്നാണ്. ബാക്കി ആറ് പേർ വായി കൈ വെച്ചായിരുന്നു. ഇത് കണ്ട് ഷോക്കായിരുന്നു. അപ്പം അപ്പോൾ ഇവൻ എന്തോ ഒന്ന് ചെയ്തേച്ചിനി, അതുകൊണ്ട് അവർ ഗെത്ത് വല്ലാതെ പോവാം അങ്ങനെ പറഞ്ഞായിരുന്നു. ഡേയ്സ് പോകുന്നത് ഹീറോയ്ക്ക് പോകാൻ പറ്റും. അപ്പോൾ ഹീറോയ്ക്ക് ഡൗട്ട് വന്നായിരുന്നു, എന്താ ചേട്ടാ എന്ന് പറഞ്ഞു. പെട്ടെന്നിട്ടാന്ന് പറഞ്ഞു. അത് ഹീറോയിൻ്റെ ചേട്ടൻ ക്യാമറയിൽ നോക്കുമ്പോൾ പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് പറഞ്ഞതായിരുന്നു. ഹീറോ പെട്ടെന്നിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നതായിരുന്നു. ഇങ്ങനെ പറഞ്ഞു കേട്ടായിരുന്നു. അപ്പോൾ വി വണ്ണായിരുന്നു. വീൻ്റെ അമ്മയ്ക്ക് അവിടെ കയ്യിലില്ല, അതുകൊണ്ട് ഹോസ്പിറ്റൽ കൊണ്ടുവന്നായിരുന്നു. ഇവൻ പെണ്ണിട്ടാന്ന് പറഞ്ഞു കേട്ടോ. ഷോക്കായിരുന്നു വിക്ക്. എന്താ പെണ്ണിട്ടാണോ? ഇത് ആര് ചെയ്തതെന്ന് അറിഞ്ഞു. ബിസിനസ് മാൻ, അവൻ്റെ പേര് പറയും. ഹീറോയിൻ ചേട്ടൻ പറയുന്നത് ബിസിനസ് മാൻ. അവന് വിടാൻ പാടില്ല, അവന് ചെയ്തിട്ടാണ് എൻ്റെ അനിയത്തിക്കായത്. ഇത് വി കേട്ട് എല്ലാം കേട്ടു. വീക്ക് എല്ലാം കേട്ടു. ആറാമക്ക് കോൾ ചെയ്ത് ആറാമക്ക് ഫോണിൽ എല്ലാ കാര്യം പറഞ്ഞു. ആറാമക്ക് ഷോക്കായിരുന്നു. ആറാമക്ക് കോൾ ചെയ്ത് ബാക്കി മെമ്പേഴ്സിനോട് പറഞ്ഞു ഫോൺ കോളിൽ. ശരി ഓക്കെ, അങ്ങനെ അവർ പ്ലാൻ ചെയ്യുന്നത്. അവർ സെക്യൂരിറ്റി ബോയ് ഒരു ഗേൾ ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞു അമ്മേനെ നോക്കിക്കോ, അമ്മ ഞാനിപ്പോൾ വരാമെന്ന്. അവർ ഓടിപ്പോയി. മെമ്പേഴ്സിനോട് പോയിരുന്നു. അങ്ങനെയായിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടായിട്ട് ഒരാൾ നടന്നുകൊണ്ട് പോയായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിട്ട്. മിസ്സായിപ്പോയി, എന്നെ നിന്നെ വിടില്ല ഞാൻ. എന്തായാലും എൻ്റെ ഹസ്ബൻഡായ എനിക്ക് കമ്പനീൻ്റെ ഫസ്റ്റ് CEO ആണ്. അങ്ങനെയായിട്ട് ആ വില്ലൻ സംസാരിച്ചിട്ട് പോയായിരുന്നു. വില്ലൻ ഒരു ബ്ലാക്ക് കാർ വന്നു. അതെ, നമ്പറും ഇല്ല, ഫുള്ള് ബ്ലാക്ക് കാർ, ഒരു പുതിയത് മാതിരി ഉണ്ട്. ആ കാറിൽ പിടിച്ച് ഇട്ടിട്ട് കുറേ ബോയ്സ് എല്ലാം ഉണ്ടായിരുന്നു, മസിൽ കാർ മതി. അവനെ പിടിച്ച് അവനെ കിഡ്നാപ്പ്, ബോധം കരുതി അവനെ കിഡ്നാപ്പ് ചെയ്ത് ഒരു ഗുഡുവിന് കൊണ്ടുവന്നു. ഇങ്ങനെയായിട്ട് ബാക്കി കുറേ ബോയ്സ് വരാൻ തുടങ്ങി. അതിൽ ഏഴ് ബോയ്സ് വന്നു, നല്ല സ്റ്റൈലിൽ നടന്നു വന്നായിരുന്നു. ഇതിനെ കണ്ട് വില്ലനക്ക് ഒന്നും മനസ്സിലായില്ല. വില്ലൻ്റെ അടി വെച്ച് ശരിയാക്കുക. അതിലൊരു ബോയ് വന്നു ഫസ്റ്റ്. അതിലൊരു ബോയ് ലീഡർ വന്നു. അതിലൊരു ബോയ് ലീഡർ മതി. അവൻ വന്ന് പിടിച്ചു. എന്തടാ നിനക്ക് വേണോ? വിട് സർ, എന്നെ വിട്. എന്താ അങ്ങനെ ഒരു പിള്ളേ ഇങ്ങനെയായിട്ട് ഒരു ആ മുള്ളിൽ കുത്തായിരുന്നു. അവന് കരയായിരുന്നു. വിട് സർ, എന്നെ വിട് സർ. അങ്ങനെയായിട്ട് പിന്നെ ഒരു സെക്കൻഡ് ബോയ്. അങ്ങനെ ഓരോന്ന് ബോയ്സ് വന്നു. ലാസ്റ്റ് ഒരു ബോയ് വന്നു, ജിമിൻ അതന്നെ. ഏഴ് ബോയ്സ് അവനെ വെച്ച് ചെയ്തായിരുന്നു, ടോർച്ചർ ചെയ്തായിരുന്നു. അവനെ കൊണ്ടായിട്ട് ഗുഡൊന്നിൽ അലക്കിയിട്ട് പോയായിരുന്നു. ഇവരുടെ ചേട്ടനിക്ക് അറിഞ്ഞായിരുന്നു. അങ്ങനെ വന്ന് നോക്കുമ്പോൾ അവനോട് കൊത്തകരാട്ടായിരുന്നു. അവനൊക്കെ ഷോക്കായിരുന്നു. എന്താ പറ്റിയ നോക്ക്? സർ ആരെന്നറിയില്ല സർ, എന്നെ ടോർച്ചർ ചെയ്തു. നീ എൻ്റെ അനിയത്തിനെ ചെയ്ത് പോലീസ് വരുത്തി. അങ്ങനെയായിട്ട് അവനെ പിടിച്ചുകൊണ്ട് പോയായിരുന്നു. അങ്ങനെ വില്ലൻ എന്തെല്ലാം കാര്യം തെറ്റിച്ചത്. അങ്ങനെ പോലീസ് വന്നു. ഹീറോയിൻ്റെ ചേട്ടൻ ടെൻഷനായിരുന്നു, ഇവന് ജയിലിൽ ഇറക്കണ്ടായിരുന്നായിരുന്നു. അങ്ങനെ ആ ബ്ലാക്ക് ബോയ്സ് ഇങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ സ്മക്ക് ചെയ്ത് അവിടുന്ന് പോയി. അങ്ങനെയായിട്ട് അവർ പോയായിരുന്നു. PTS മെമ്പറിന് നോക്കാം. PTS മെമ്പറിൽ ഇരുന്നിട്ട് അവിടെ എൻജോയ് ചെയ്തായിരുന്നു. ഇല്ലടാ എന്ത് പറ്റിയടാ? അങ്ങനെയായിട്ട് 7 ബോയ്സിൻ്റെ കയ്യിലെല്ലാം ഒരു ബ്ലേഡ് മതി, അതിൽ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അതാ പറഞ്ഞു, എന്നടാ ഇത്ര ഇത് റെഡ് കളർ? അതില്ലടാ ചട്നി അതിൽ കൂടാ, ഇങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ അവർ ക്ലീൻ ചെയ്ത് അവർ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തായിരുന്നു. അങ്ങനെയായിട്ട് അവർ ഇരുന്ന് സംസാരിക്കുക. വി പറഞ്ഞായിരുന്നു പെണ്ണിട്ട്. ജങ്കൊക്കെ ഷോക്കായിരുന്നു. എന്താ പെണ്ണിട്ടാണോ? അതേടാ അങ്ങനെ പറഞ്ഞായിരുന്നു. ശരിടാ നമുക്ക് പോവാം അങ്ങനെ പറഞ്ഞായിരുന്നു. ഹീറോ നന്നായിട്ട് ഉറങ്ങായിരുന്നു. നൈറ്റ് ടൈം ആയിരുന്നു. അങ്ങനെ 7 ബോയ്സ് വന്നായിരുന്നു വീട്ടിലൊക്കെ. ഹീറോയിൻ്റെ ചേട്ടനൊക്കെ ഇങ്ങനെ ഹീറോയിൻ്റെ ചേട്ടനില്ലായിരുന്നു. ചേട്ടൻ പറഞ്ഞാൽ അങ്ങനെ ഫോൺ സംസാരിച്ചായിരുന്നു. എനിക്ക് ഒരു കോൾ വരുന്നത്, വെളിയിൽ പോയായിരുന്നു. ഇതേ ടൈം വീട്ടിൽ ആരുമില്ല ഒരു ന്യൂസ് കേട്ടായിരുന്നു. അങ്ങനെ അകത്ത് വന്നു. ഹീറോയിൻ നല്ല ഉറങ്ങായിരുന്നു. ഹീറോയിൻ അടുത്ത് വന്നായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടന് കോൾ വന്നു. അങ്ങനെയായിട്ട് അവിടെ ഒരു സെക്രട്ടറിയാണ്, അവർക്ക് പൈസ കൊടുത്ത് PTS മെമ്പർ മണി കൊടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു. ശരി ഓക്കെ സാർ എന്ന് പറഞ്ഞ് അവർ അകത്ത് വന്നു. അതെ, അവരുടെ മോള് ഭയങ്കര ഫാനുകളാണ്. അതുകൊണ്ട് ഓട്ടോഗ്രാഫ് സൈൻ ചെയ്ത് തരാൻ പറഞ്ഞുകൊണ്ട് അവരും ഉണ്ടായിരുന്നായിരുന്നു. അവർ 7 പേർ അകത്ത് വന്നു. ഹീറോയിൻ റൂമിൽ വന്നായിരുന്നു. ഹീറോയിൻ ചേട്ടൻ കുറഞ്ഞ് ബിസിയായിരുന്നു. അതുകൊണ്ട് ഹീറോയിനെ നോക്കുമായിരുന്നു. ഹീറോയ്ക്ക് തായ്ക്കന്നെ കണ്ണ് തുറന്ന് നോക്കും. 7 ബോയ്സ് ഹീറോയിനെ നോക്കുക. എന്താ വെച്ചാൽ അകത്ത് വായി കഴിച്ചില്ല. ജിമിൻ എന്താ നിങ്ങളെന്നെ എൻ്റെ റൂമിൽ കോൺഗ്രസ് എന്തിനാ കോൺഗ്രസ് എന്ന് ജങ്കുക്കിട്ട് നോക്കുമായിരുന്നു. നിനക്ക് ഈ ബേബി എങ്ങനെ വന്നത് ഓർമ്മ ഉണ്ടോ എന്ന് കേട്ടായിരുന്നു. ജിൻ കേട്ടായിരുന്നു. ഇതോടെ ഹീറോയി കൺഫ്യൂസാണ്. എന്താ
ഒരു കാര്യം പറയാം. നിൻ്റെ എങ്ങനെ വന്നത് അറിയില്ല. അതൊക്കെ നിൻ്റെ ബേബി എങ്ങനെ വന്നത് നമുക്കറിയില്ല. അപ്പോൾ ജിന്നൊക്കെ അടിച്ചായിരുന്നു, വീട് ഊന്നിട്ടായിരുന്നു. എന്താ ഇപ്പോഴും നമ്മൾ ഊന്നിടുന്നത്? എല്ലാം നടന്നതായാലും എല്ലാ കാര്യം പറയാൻ തുടങ്ങിയായിരുന്നു. അവർ ഹീറോയ്ക്ക് എല്ലാം ഓർമ്മ വന്നു. ഹീറോയിലും വീട് അയ്യോ സോറി എന്ന് പറഞ്ഞായിരുന്നു. സോറിപ്പാ, നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നാലും പറഞ്ഞു. ആരാണ് 7 പേർ മുറിക്കായിരുന്നു ഹീറോയിനെ. നിന്നിങ്ങനെ മുറിക്കുന്നത്? എല്ലാം നടന്നു കഴിഞ്ഞു. മാത്രം ഞങ്ങളെ ബേബീസിൻ്റെ വയറ്റിലുണ്ട്, അതുകൊണ്ട് നീ ഞങ്ങളെ മാരേജ് കഴിക്കും. അതൊന്നും ശരിയല്ല ബേബി അത് എന്ന് പറയുന്നു. അങ്ങനെ ജിമ്മിന് മുറിക്കായിരുന്നു. ജങ്ക് കുറേ തന്നെ അങ്ങനെയൊന്നുമില്ല അപ്പം നീ ഞങ്ങളെ മാരേജ് കഴിച്ചേ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു. ജങ്കൊക്കിനെ കണ്ട ഹീറോയ്ക്ക് പേടിയായി. ഇവരിന് പാവം നിറച്ചു പോയി, ഇവനിന്ന് ടെറർ ബേസ് മാറ്റിട്ടുണ്ട്. ഹീറോയ്ക്ക് കുറച്ച് പേടിയായി. ശരിപ്പാ ഹീറോയിൻ ചേട്ടന് വന്നായിരുന്നു. ഇത് BTS ഷോക്കായിരുന്നു. എനിക്ക് മനസ്സിലായി നീ അകത്ത് വരുന്ന എനിക്കറിയോ. ഹീറോയിൻ ചേട്ടൻ പറയുന്നത് പറഞ്ഞിക്കുമാ ബേബി സൗഹൃദമാണ് ഈ മാരേജ്. ചേട്ടാ നീ പറഞ്ഞ പ്ലീസ് മാ പറഞ്ഞ കേൾക്ക്. ശരി ചേട്ടാ എന്ന് സമ്മതിച്ചായിരുന്നു. 7 പേർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയ്ക്കും BTS മെമ്പർക്ക് 7 പേർക്കും മാരേജ് ആയിരുന്നു. അവർ ആഗ്രഹിച്ച മാതിരി അവർക്ക് ലൈഫ് പാർട്ണർ അവരാഗ്രഹിച്ച മാതിരി ഹീറോയിൻ അങ്ങനെ ഉണ്ടായിരുന്നു. അവർക്ക് എങ്ങനെ വേണം വൈഫ് അതേമാതിരിയാണ് ഹീറോയിൻ. അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയ്ക്ക് കൺഫ്യൂസ്. നിങ്ങളെന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ അത് മാറിയുണ്ട്. പക്ഷേ കുറച്ച് അങ്ങനെ പറയാൻ തുടങ്ങി. കുറച്ച് ലോങ് ഹെയർ പോലത്ത്. അതെ ലോങ് ഹെയർ നിങ്ങളുടെ വീണ്ടും നോക്കാൻ തുടങ്ങി. അങ്ങനെ ഹീറോയിൻ ലോങ് ഹെയർ പറയുമ്പോൾ ലോങ് ഹെയർ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ഹീറോയിൻ ലോങ് ഹെയറാ ഇപ്പോൾ നോക്കുമെന്ന് പറഞ്ഞു. വീക്ക് ഷോക്കായി. എന്ത് ലോങ് ഹെയറാ? ലോങ് ഹെയർ ഉണ്ടു. അപ്പോൾ ഇങ്ങനെ അങ്ങനെ ഹീറോയിൻ ചിരിച്ചായിരുന്നു. അങ്ങനെ BTS മെമ്പർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് 8 ബേബീസ് ജനിച്ചായിരുന്നു. അങ്ങനെ 8 ബേബീസ് അതന്നെ. അതെ 2 ട്വിൻസ് ബേബിയാണ് ജങ്കുക്കിൻ്റെ. അത് അതിനായിട്ട് ഹീറോയിൻ ഷോക്കായി ജങ്കുക്ക് നോക്കാത്തത്. ജങ്കുക്ക് നെക്സ്റ്റ് ആയിരുന്നു. എനിക്ക് 2 ബേബി. ഇതൊന്നും എല്ലാവരും വേൽപ്പിക്കുന്നത്. എല്ലാവർക്കും ഷോക്കായിരുന്നു ജങ്കുക്കിനെ നോക്കായിരുന്നു. ഹാപ്പി എൻഡിങ് സ്റ്റോറി.